ഇടയ്ക്കിടയ്ക്ക് വയറിൽ നിന്ന് ഇളകി പോവുക, വളരെ ലൂസായിട്ട് പോവുക, ചില സമയത്ത് വയറിന്ന് ഭയങ്കര കട്ടിയായിട്ട് പോകാനായിട്ട് പ്രയാസം, അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴേ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ. ഇങ്ങനെയുള്ളവർ പലപ്പോഴും ഇത് നോർമലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ഈ രോഗത്തിൻ്റെ പേരാണ് IBS അഥവാ ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം. ഇങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നും, പോയിരുന്നാലും പ്രത്യേകിച്ചൊന്നും വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കൂടെ വയറ്റിൽ നിന്ന് പോകണം, ദിവസം ഒരു 3-4 തവണ വയറ്റിൽ നിന്ന് പോകണം തോന്നും, പോയാലും ഒരു തൃപ്തി ഇല്ലാത്ത അവസ്ഥ വരും. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിക്കുമ്പോൾ, എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പം, അല്ലെങ്കിൽ വളരെ മാനസിക സമ്മർദ്ദമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വയറ്റിൽ നിന്ന് കൂടെ പോകാൻ തോന്നുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നോർമലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ ഒരുപക്ഷെ IBS എന്ന് പറയുന്ന രോഗം, ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം നിങ്ങൾക്കുണ്ടായതുകൊണ്ടാവാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. IBS പ്രധാനമായിട്ടും ബാധിക്കുന്ന നമ്മുടെ ഗട്ടിനെയാണ്, പ്രത്യേകിച്ച് വൻകുടൽ ചെറുകുടലിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ. സാധാരണ ഒരു നോർമൽ മൂവ്മെൻറ്റിലൂടെയാണ് നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നത്. നമ്മുടെ വയറിൽ ആമാശയത്തിൽ ഫുഡ് ദഹിച്ചതിന് ശേഷം മലം പുറത്തേക്ക് തള്ളുന്നത് വൻകുടലും ചെറുകുടലും കൂടിയുള്ള ചെറിയൊരു മൂവ്മെൻറ്റ് കൊണ്ടാണ്. ആ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് ഒരു പരിധി വിട്ട് കൂടുമ്പോൾ നമുക്ക് കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നും. അതിൻ്റെ സ്പീഡ് വളരെ കുറയുമ്പോൾ വയറ്റിൽ നിന്ന് പോകാൻ നമുക്ക് തോന്നില്ല, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം അനുഭവപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഗട്ട് മോട്ടിലിറ്റി, അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചലനത്തിൻ്റെ സ്പീഡ് കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ, അത് ഓവറായിട്ട് വരികയാണെങ്കിൽ നമുക്കത് കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നുകയും പലർക്കും അതുകൊണ്ട് തന്നെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് IBS ഉണ്ടോ എന്ന് നോക്കി, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായ ഡയറ്റും അതുപോലെ തന്നെ ചികിത്സ എടുത്താൽ നമുക്ക് നേരത്തെ തന്നെ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ് ഈ പറയുന്ന IBS എന്ന് പറയുന്ന രോഗം.